എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ സ്കൂട്ടർ കണ്ട് ശ്രുതിയും കണ്ണ് തള്ളി നിൽക്കുന്ന ഒരു എപ്പിസോഡ്. അപ്പോൾ സംഭവം ഇതാണ്, നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി രേവതിയുടെ പൂക്കട പൂട്ടിക്കുവാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രുതി പോയി കോർപ്പറേഷൻ ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. അനധികൃതമായി സ്ഥലം കയ്യേറി ഇവിടെ കട നടത്തുന്നുണ്ടെന്നും അത് പരിസരവാസികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കംപ്ലൈൻറ്റ് കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് കട പൊളിച്ചുകൊണ്ട് പോയാൽ സച്ചി അവരെ ഒന്നും ചെയ്യത്തില്ലല്ലോ. അതേസമയം ഇവരായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പൊളിക്കുകയാണെങ്കിൽ സച്ചി ഇവരെ വെച്ചേക്കില്ലെന്നറിയാം. അതുകൊണ്ട് ശ്രുതിയും ചന്ദ്രയും കൂടി കോർപ്പറേഷൻ ഓഫീസിൽ പരാതി കൊടുക്കും. പിറ്റേ ദിവസം തന്നെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ വന്ന് രേവതിയുടെ പൂക്കട പൊളിച്ചുകൊണ്ടും പോവുകയാണ്. പാവൻ രേവതി ഇത് കണ്ട് പൊട്ടിക്കരയുവാണ്. കുറേയൊക്കെ അവരോട് പറഞ്ഞു നോക്കും, സാർ ഞാൻ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നടത്തുന്ന കടയല്ലേ, ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, വീടിൻ്റെ അകത്തോട്ടുള്ളതാണ് നിങ്ങളുടെ സ്ഥലം, വീടിന് പുറത്തുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, അവിടെ ഇങ്ങനെ കടയൊന്നും നടത്താനുള്ള അനുവാദമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീടിൻ്റെ അകത്ത് നടത്തിക്കോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ രേവതിയുടെ ആ പൂക്കടയുടെ വണ്ടി ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പൂക്കട ഈ വണ്ടി വേണമെങ്കിൽ ഫൈൻ അടച്ചിട്ട് ഓഫീസിൽ വന്ന് കൊണ്ടുപോകാം, പക്ഷേ വീണ്ടും ഇവിടെ ഇങ്ങനൊരു പൂക്കട തുടങ്ങാനുള്ള അനുവാദം നിങ്ങൾക്കില്ല, അതൊക്കെ നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സാർ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലത്തല്ലേ ഞാനിത് നടത്തുന്നത്. രവീന്ദ്രനും പറയുന്നുണ്ട്, ഇത് മെയിൻ റോഡൊന്നല്ലോ, വണ്ടി പോലും പോകുന്നില്ല, അധികം ആൾതാമസവും പാർപ്പും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങളുടെ വീടിന് മുമ്പിൽ നടത്തുന്ന കടയല്ലേ, എന്തിനാണ് സാർ ഇങ്ങനെ പൊളിച്ചുകൊണ്ടും പോകുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, എത്രയൊക്കെ സ്ഥലമെന്ന് പറഞ്ഞാലും ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, ഇവിടെ ഇങ്ങനെ നടത്താൻ പറ്റത്തില്ല. അപ്പോൾ രേവതി കരഞ്ഞു. കുറേയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഇവരൊന്നും കേൾക്കുന്നില്ല. ഇത് കണ്ട് സന്തോഷിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും മാത്രമാണ്. പാവൻ രേവതി ഒരുപാട് പറഞ്ഞിട്ട് അവർ കേൾക്കത്തില്ല. രേവതിയുടെ പൂവണ്ടിയും കൊണ്ട് കോർപ്പറേഷൻ ഓഫീസുകാർ പോവുകയാണ്. രവീന്ദ്രനും ഭയങ്കര സങ്കടമായി. രവീന്ദ്രൻ ചന്ദ്രയും ശ്രുതിയൊക്കെ ചീത്ത പറയുന്നുണ്ട്, ഒരാൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് സന്തോഷിക്കുവാണോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയും, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവളുടെ കൂടെ പോയിരുന്ന് നടു റോട്ടിലിരുന്ന് കരയണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതറിഞ്ഞ സച്ചി ഓടി വരുവാണ്. രേവതിയുടെ കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല സച്ചിക്ക്. സച്ചി പോയി കോർപ്പറേഷൻ ഓഫീസിൽ പോയി ഒച്ച ഉണ്ടാക്കാൻ പോകുമ്പോൾ രവീന്ദ്രൻ പറയും, എടാ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം ന്യായം അവരുടെ ഭാഗത്താണ്, എന്തൊക്കെയായാലും വീടിൻ്റെ പുറത്തല്ലേ നമ്മൾ പൂക്കട ഇട്ടത്, അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. അപ്പോൾ സച്ചി പറയും, നമ്മൾ ടാക്സ് അടക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ ആയാലും എടാ വേണ്ടടാ, അതൊക്കെ അവരുടെ റൂൾസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്തത് തെറ്റാണ്. അപ്പോൾ ചന്ദ്രയും ശ്രുതിയും പറയും, ഭാര്യയ്ക്കും ഭർത്താവിനും പഠിപ്പും വിവരവും ഇല്ല, അപ്പോൾ അവരൊരു കട തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു കട തുടങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ റൂൾസ് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതൊക്കെ ഉണ്ട്, ഇതൊന്നും അറിയാതെ ഒരു കട തുടങ്ങിയാൽ ഇങ്ങനെ ഉണ്ടാവും, ആൾക്കാർ വന്ന് പൊക്കിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നൊക്കെ എനിക്കറിയണം, പരിസരവാസികൾ ആരാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ആരായാലും എന്താ, അവർ കൊടുത്തത് നല്ല കാര്യമായി പോയി, അങ്ങനെ ഒരു കടയും ഇങ്ങനെ അനധികൃതമായി തുടങ്ങാൻ പാടില്ലെന്ന് പറയുമ്പോൾ സച്ചിക്കൊരു സംശയം തോന്നും, ഇവരിൽ ആരെങ്കിലും ആണെന്ന്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞങ്ങളെ സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എനിക്ക് അമ്മയെ സംശയമില്ല, ഇത് ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ചെയ്തതാണെന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആളാരാണെന്ന് അറിയട്ടെ, അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് രേവതിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് സച്ചി ഒരുപാട്. പക്ഷേ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം എൻ്റെ സച്ചിയേട്ടൻ എനിക്കിട്ട് തന്ന കടയാണ്, ആ കട മൂലമാണ് എനിക്ക് ഒരുപാട് സമ്പാദിക്കാനും എനിക്കായിട്ടൊരു വില ഉണ്ടാക്കാനും ഒക്കെ ആ പൂക്കട എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അവർ കൊണ്ടുപോയി, ഞാൻ ഒരുപാട് കേണ് അപേക്ഷിച്ചിട്ടും അവരെനിക്കത് തന്നില്ല സച്ചിയേട്ടാന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് പറഞ്ഞിരിക്കുന്നത് വീട്ടുപണിയാണ്, ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെ ഇരിക്കാനുള്ളതിന് അവൾ പുറത്തു പോയി പൂക്കട ഇട്ടിരിക്കുന്നു, ഭാഗ്യം അത് അവരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണ്. ചന്ദ്രയുടെ കളിയാക്കൽ താങ്ങാനാവാതെ രേവതി വീണ്ടും കരയുവാണ്. സച്ചിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരൊറ്റ തീരുമാനത്തിൽ സച്ചി ആ വീട്ടിൽ നിന്നും പോകും. എന്നിട്ട് കൂട്ടുകാരോട് തൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും സച്ചിയുടെ മനസ്സിൽ വേറെ കുറേ പ്ലാൻസൊക്കെ ഉണ്ട്. ഒരു AC കടയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, പൂ മേടിക്കാൻ ആരും AC കടയിലൊന്നും കയറില്ല, അതൊക്കെ ഒരു സാധാരണ കടയിൽ നിന്ന് ആളുകൾ മേടിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഫൈൻ അടച്ചിട്ട് ആ വണ്ടി കൊണ്ടുവരാൻ അവർ പറഞ്ഞു, പക്ഷേ വീണ്ടും അവിടെ തുടങ്ങാൻ സാധിക്കില്ലല്ലോ, അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ, പിന്നെ എന്ത് ചെയ്യും, വെറുതെ വണ്ടി കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സച്ചിക്ക് ഒരു ഐഡിയ തോന്നും, ഒരു മൊബൈൽ പൂക്കട നടത്തിയാലോ, രേവതിക്കൊരു വണ്ടി സ്കൂട്ടർ മേടിച്ചു കൊടുക്കാം, ആ സ്കൂട്ടറിൻ്റെ പുറകിൽ ഒരു പെട്ടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രേവതിക്ക് അതിന് പൂവിട്ട് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നത് പോലെ ആവശ്യക്കാർക്ക് ബുക്ക് ചെയ്യുമ്പോഴേക്കും പൂവൊക്കെ കൊണ്ടേ കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ സച്ചി, അതാവുമ്പോൾ ആരും വണ്ടി
രേവതിയുടെ വണ്ടി ആരും പൊക്കിക്കൊണ്ട് പോകൂലല്ലോ, നീ നല്ല ഐഡിയ, ഇപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ സച്ചിക്ക് പൈസ എടുക്കാനുണ്ടായിരുന്നല്ലോ, അതൊക്കെ കളക്ട് ചെയ്ത് സച്ചി നേരെ ഷോറൂമിലോട്ട് പോകുവാണ്. അവിടെ പോയിട്ട് അവരായിട്ട് സംസാരിച്ചിട്ട് സച്ചി പറയും, ബാക്കിൽ പെട്ടി ഫിറ്റ് ചെയ്യാനുള്ളൊരു വണ്ടിയാണ് എനിക്ക് വേണ്ടത്, ലേഡീസ് ഓടിക്കുന്ന സ്കൂട്ടർ വേണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാ ടൈപ്പ് സ്കൂട്ടറും ഉണ്ട്, സാറും നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി രേവതിയെ വിളിച്ച് കാര്യം പറയാതെ തന്നെ രേവതിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ അന്വേഷിക്കുവാണ്. രേവതി വിചാരിക്കും സാരി മേടിച്ച് കൊടുക്കാനാണെന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് കനകാംബര കളറാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴേക്കും സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ അതേ കളറുള്ള സ്കൂട്ടർ തന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുവാണ്. എന്നിട്ട് എല്ലാവരെയും വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് ഗേറ്റിന് പുറത്തോട്ട് വരാൻ പറയും. അപ്പോൾ ചന്ദ്ര കളിയാക്കുന്നുണ്ട്, ഇവനെന്തിനാ നമ്മളെല്ലാവരും ഗേറ്റിൻ്റെ പുറത്തോട്ട് വരാൻ പറയുന്നത്, അവൻ്റെ വണ്ടി എങ്ങാനും നിന്ന് പോയോ, ഒന്തിത്തള്ളി കൊടുക്കാനാണോ അവൻ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും എന്തായാലും സച്ചിയല്ലേ വിളിച്ചത്, എന്തെങ്കിലും കാര്യം കാണുമെന്ന് പറയുമ്പോൾ രേവതി പറയും എനിക്കും അറിയില്ല എന്താ കാര്യം, എന്നെയും സച്ചിയുടെ ഫോണിൽ വിളിച്ച് പുറത്തോട്ട് വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഗേറ്റിൻ്റെ പുറത്ത് പോവുകയാണേ. അപ്പോൾ സച്ചി ഗേറ്റ് തുറന്നിട്ടില്ല, ഗേറ്റ് അടച്ചിട്ട് സച്ചി അകത്ത് നിൽക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും എന്താടാ സച്ചി നീ എന്തിനാ എല്ലാവരോടും പുറത്തോട്ട് വരാൻ പറഞ്ഞത്, അച്ഛാ നമ്മുടെ രേവതിയുടെ വണ്ടി ഏതായാലും കോർപ്പറേഷൻ ഓഫീസുകാർ ടാക്സ് ഗവൺമെൻറ് സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് പൂട്ടിക്കൊണ്ടുപോയല്ലോ, ഞാൻ രേവതിക്ക് വേണ്ടി ഒരു സമ്മാനം മേടിച്ചിട്ടുണ്ട്, അത് കാണിക്കാനാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. എന്ത് സമ്മാനം എന്ന് ചോദിക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്ന് കാണിക്കുകയും നോക്കുമ്പോൾ ഒരു പുതുപുത്തൻ സ്കൂട്ടർ. എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കും, ചന്ദ്രയും ശ്രുതിയൊക്കെ ഇങ്ങനെ നെട്ടുവേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ സച്ചിയേട്ട എനിക്ക് ഇപ്പോൾ ഒരു സ്കൂട്ടർ, രേവതി നിൻ്റെ പൂക്കട ഏതായാലും പോയി, നീ ഇനി ഇതിലാണ് പോവിക്കാൻ പോകുന്നത്, ഒരു മൊബൈൽ പൂക്കട, എങ്ങനെയുണ്ട് ഐഡിയ. അപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവേ, ഈ വണ്ടി ഏതായാലും കോർപ്പറേഷൻ ഓഫീസുകാരൊന്നും വന്ന് പൊക്കിക്കൊണ്ടാവാൻ പോകുന്നില്ല, നമുക്ക് ഈ വണ്ടി അകത്തിടാലോ. അപ്പോൾ വർഷ രേവതിയോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. രേവതി ചേച്ചി നല്ല ഐഡിയ ആണ് കേട്ടോ, ഏതായാലും രേവതി ചേച്ചിക്ക് വണ്ടി അകത്തെടുത്തിടാലോ, ഈ വണ്ടി ആരും കൊണ്ടുപോകത്തുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു പെട്ടി ഫിറ്റ് ചെയ്യും, ഇതിൽ രേവതി ആവശ്യമുള്ള പൂവിട്ട് ആവശ്യക്കാർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും സച്ചിയെ അഭിനന്ദിക്കുന്നുണ്ട്. അഭിനന്ദിക്കാത്തത് നമ്മുടെ ചന്ദ്രയും സുധിയും മാത്രമാണ്. സുധി ഇവരുടെ പുതിയ വണ്ടി കണ്ട് ഇങ്ങനെ കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുവാണ്, കാരണം സുധിയുടെ ജീവിതത്തിൽ ഒരു പുരോഗമനവും ഉണ്ടാവുന്നില്ല. അതേസമയം സച്ചിയും രേവതിയും കാറും സ്കൂട്ടറും ആയിട്ടൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്കൂട്ടറിനാണെങ്കിൽ സച്ചി പേരിട്ടിരിക്കുന്നത് SR എന്നാണ്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട് എന്താടാ പൂക്കടക്ക് അമ്മയുടെ പേരാണല്ലോ, പിന്നെ സ്കൂട്ടറിന് എന്താ പേരിടാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മയുടെ പേരിനൊരു രാശിയില്ല, ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരായിരുന്നു അത് മാറ്റി, പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ പൂക്കടക്ക് ചന്ദ്രമതിയുടെ പേരിട്ടത് കോർപ്പറേഷൻകാർ വന്ന് അങ്ങനെ പൊക്കിക്കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ രേവതിയുടെ പേരിട്ട്, രേവതിയുടെ നല്ല രാശിയുള്ള പേരാന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, എല്ലാവരും അല്ല കുറച്ച് പേര്. എന്നിട്ട് താക്കോല് അച്ഛൻ്റെ കയ്യിലും അമ്മയുടെ കയ്യിലും കൊടുത്തിട്ട് രേവതി അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നിനക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും സച്ചിയുടെ എൻ്റെ പുറകിലൊന്ന് കയറി നോക്ക്, ഞാൻ കാണിച്ചു തരാം എനിക്ക് ഓടിക്കാൻ അറിയോ ഇല്ലേ എന്നൊക്കെ. എന്നിട്ട് സച്ചിക്ക് രേവതിയും കൂടി ഒരു ട്രിപ്പൊക്കെ പോവുകയാണേ. അങ്ങനെ ആ നിമിഷം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സുധി പാവം നല്ല വിഷമത്തിലാണ്. റൂമിൽ പോയി ശ്രുതിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെക്കാളും പഠിപ്പും വിവരവും എല്ലാം കുറവാണ് അവർക്ക്, പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സ്കൂട്ടർ കാറ്, അവർ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രേവതി അവനെ കാറ് മേടിച്ചു കൊടുത്തോണ്ടല്ലേ സച്ചി ഇപ്പം സ്കൂട്ടർ മേടിച്ചു കൊടുത്തത്, എനിക്കാണെങ്കിൽ ഒന്നും മേടിച്ചു തരാൻ ആരുമില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രുതി അവർക്ക് ജോലിയുണ്ട് അതുകൊണ്ടാണ് മേടിക്കുന്നത്, എന്തായാലും എന്താ എനിക്ക് അവരെക്കാളും പഠിപ്പും വിവരവും എല്ലാം കൂടുതലുണ്ട്, ശ്രീകാന്തിനും സച്ചിക്കും ഒന്നും എൻ്റെ അത്രയും പഠിപ്പില്ല. എന്നിട്ട് അവർ ശ്രീകാന്താണെങ്കിൽ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു സ്വന്തമായിട്ട്, സച്ചിയാണെങ്കിൽ കാറ് സ്വന്തമായിട്ട് മേടിച്ച് ഇപ്പോൾ രേവതിക്ക് സ്കൂട്ടർ മേടിച്ചെടുക്കുന്നു. എനിക്കിതൊന്നും താങ്ങാൻ വയ്യ, എന്നെ സഹായിക്കാൻ ആരുമില്ല, നിൻ്റെ അച്ഛനും ഇല്ല ഭാര്യയില്ല ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് സുധി തൻ്റെ പരാതികളൊക്കെ പറയുവാണ്. സുധിക്ക് നല്ല സങ്കടമുണ്ട്, കാരണം ഇവരുടെ ജീവിതത്തിൽ മാത്രം പുരോഗമനമുണ്ട്, സുധിയുടെ ജീവിതം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നല്ല വിഷമത്തിലാണ് സുധി. അപ്പോൾ ഏതായാലും രേവതിയുടെ സങ്കടങ്ങളൊക്കെ മാറ്റാൻ സച്ചി ചെയ്ത ഐഡിയ ഏതായാലും കൊള്ളാം. ഇതാണ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.